Hello, all of you. Welcome to iFor Education. So, CSER UGC NET Life Science എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു സിലബസ് അനാലിസിസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ എല്ലാവർക്കും അറിയാം CSER UGC നെറ്റ് എക്സാം എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഫീൽഡ് സബ്ജക്റ്റുകളിലായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ഡിഫറെൻറ്റ് സയൻസ് ഫീൽഡിലുള്ള സബ്ജക്റ്റുകളായിട്ട് നടക്കുന്നുണ്ട്. സോ വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു സിലബസ് ആക്ച്വലി നമ്മൾ കാണുന്നത് ലൈഫ് സയൻസിലായിരിക്കും. ബിക്കോസ് CSER ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഒരു എക്സാം ഡിഫറെൻറ്റ് സ്കീമിൽ നിന്നുള്ള ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്നുള്ള ലൈഫ് സയൻസ് സബ്ജക്റ്റിൽ നിന്നുള്ള സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം കൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ വെരി ബൾക്കി സിലബസ് ഈസ് ആക്ച്വലി. സോ നമ്മൾ CSERൻ്റെ അല്ലെങ്കിൽ CSER ലൈഫ് സയൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ വി വാണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു നോളജ് വേണം സിലബസിനെ കുറിച്ചിട്ടും ആൻഡ് ഓൾസോ എക്സാം പാറ്റേൺ എക്സെട്ര. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻറ്റയർ സിലബസ് എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ ആൻഡ് ഓൾസോ സിലബസ് ഏതൊക്കെ ഏരിയാസാണ് നമുക്ക് CSERൻ്റെ എക്സാമിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ CSERൻ്റെ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 13 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. എൻറ്റയർ ലൈഫ് സയൻസ് സബ്ജക്റ്റിനെ കവർ ചെയ്യുന്നൊരു സിലബസ് ആണ്. അപ്പോൾ അതിൽ വി ഹാവ് ബയോകെമിസ്ട്രി, വി ഹാവ് സെൽ ബയോളജി ടോപ്പിക്, മോളിക്കുലാർ ഫണ്ടമെൻ്റൽ പ്രോസസ്, വി ഹാവ് സെൽ കമ്മ്യൂണിക്കേഷൻ, ഇമ്മ്യൂണോളജി ആൻഡ് ഡിഫറെൻറ്റ് 13 യൂണിറ്റ്സുകൾ ആക്ച്വലി നമുക്ക് ഈ ഒരു സിലബസിൽ വരുന്നുണ്ട്. സോ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് ലൈഫ് സയൻസിൻ്റെ എൻറ്റയർ ബേസിക് പ്രിൻസിപ്പിൾ ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. ബിക്കോസ് വി ആർ സ്റ്റാർട്ട് വിത്ത് ആറ്റംസ്, മോളിക്യൂൾസ് ലൈക്ക് ദാറ്റ് അല്ലേ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോമിൽ നിന്നാണ് ഇത് സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ദാറ്റ് ഈസ് ബയോകെമിസ്ട്രി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് CSERൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിൽ എല്ലാ വർഷവും ഏകദേശം 40+ മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് ഫസ്റ്റ് യൂണിറ്റ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. സോ ഈ ഒരു യൂണിറ്റിൽ വി ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബയോമോളിക്യൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആറ്റം, മോളിക്യൂൾ, ബോണ്ടിങ് തുടങ്ങിയ ഒരു ബേസിക് സാധനത്തിൽ നിന്ന് തുടങ്ങി we have to study about the different compounds. ബയോമോളിക്യൂൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ we have different kinds of proteins, vitamins, carbohydrates like that. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബയോമോളിക്യൂൾസ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ CSERൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു C പാർട്ട് ആൻഡ് B പാർട്ട് രണ്ടിലും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു യൂണിറ്റാണ്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 40+ മാർക്കിന് C പാർട്ടിലും B പാർട്ടിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഡൊമിനൻ്റ് ആയിട്ട് വരുന്ന ഒരു യൂണിറ്റാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ യൂണിറ്റിൽ ഏറ്റവും ഫോക്കസീവായിട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു ഏരിയാസ് ഉണ്ടാവുമല്ലോ. അതായത് ഞാൻ ഈ പറഞ്ഞ ബയോകെമിസ്ട്രിയിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മെയിൻലി ഈ പറഞ്ഞ ബയോമോളിക്യൂൾസ് തന്നെയാണ്. ദാറ്റ് ഈസ് ഫ്രം ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് മുതൽ തന്നെ തുടങ്ങിയിട്ട് ഉള്ള മീൻസ് ന്യൂക്ലിക് ആസിഡ് തുടങ്ങി അങ്ങനെ ഒരുപാട് ബയോമോളിക്യൂൾസ് വരുന്ന ഏരിയാസ്, അതിൻ്റെ ബേസിക് സ്ട്രക്ചേഴ്സ്, അവരുടെ കമ്പാരിസൺസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് CSER വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ തന്നെയാണ് ഈ യൂണിറ്റിൽ വരുന്ന മറ്റൊരു ടോപ്പിക് സബ് ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് മെറ്റബോളിസം. ദാറ്റ് ഈസ് എൻറ്റയർ മെറ്റബോളിസം അതിനകത്ത് പഠിക്കുന്നുണ്ട്. നമ്മൾക്ക് നമ്മുടെ ഒരു +2 ലെവലിൽ തന്നെ തുടങ്ങിയിട്ടുള്ള വി ആർ ഓൾറെഡി സ്റ്റഡീഡ് ഗ്ലൈക്കോലിസിസ്, TCA സൈക്കിൾ ഡിഫറെൻറ്റ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മെറ്റബോളിക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു യൂണിറ്റിലാണ് CSERൻ്റെ മറ്റൊരു ഫോക്കസിങ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇത് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ അനദർ വൺ ഈസ് ന്യൂക്ലിക് ആസിഡ്സ് ആൻഡ് പ്രോട്ടീൻസിൻ്റെ കൺഫോർമേഷൻസ്. അതിനെക്കുറിച്ച് പഠിക്കുന്ന ഡിഫറെൻറ്റ് ടെക്നിക്കുകളുണ്ട്. ഈവൻ വി ഹാവ് NMR സ്പെക്ട്രോസ്കോപ്പി ആൻഡ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഈ ഒരു യൂണിറ്റിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കാനുള്ളതാണ്. ആൻഡ് ഓൾസോ വിത്ത് ദാറ്റ് പക്ക ബയോകെമിസ്ട്രി ആയിട്ടുള്ള തെർമോഡൈനാമിക്സ്, ഇക്വിലിബ്രിയം, അതുപോലെ തന്നെ pH, അതിൻ്റെ ഡെറിവേഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു യൂണിറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ CSER ചോദിക്കുന്നതൊക്കെ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. നെക്സ്റ്റ് വി മൂവ് ടു സെക്കൻഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽ ബയോളജി. അതായത് എൻറ്റയർ സെല്ലും ആ സെല്ലിൻ്റെ ഒരു സ്ട്രക്ചറും ഓർഗനൽസ് തുടങ്ങിയ ബാക്കി എല്ലാ കാര്യങ്ങളും, അതായത് ഒരു ഓവറോൾ സെല്ലിൻ്റെ എൻറ്റയർ
സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു യൂണിറ്റാണ് സെൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ സെൽ ബയോളജി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ വി സ്റ്റാർട്ട് വിത്ത് പ്ലാസ്മ മെംബ്രെയിൻ, ദ എൻറ്റയർ കവറിങ് ഓഫ് എ സെൽ. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിനിൽ തുടങ്ങി ആൻഡ് സെക്കൻഡ് ടോപ്പിക്കായിട്ട് വരുന്നത് സെല്ലുലാർ ഓർഗനൽസ് ആണ്. ദാറ്റ് ഈസ് ഫ്രം സെല്ലിലുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് മുതൽ ന്യൂക്ലിയസ് അടക്കമുള്ള കംപ്ലീറ്റ് ഓർഗനൽസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ അനാലിസിസ് ആക്ച്വലി ഈ ഒരു ടോപ്പിക്കിൽ വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് യൂണിറ്റിൽ തന്നെ തേർഡ് ടോപ്പിക്കായിട്ട് വരുന്നത് ന്യൂക്ലിയസിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന DNA, അതായത് ജീനോം ഓർഗനൈസേഷനാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡി എൻ എയുടെ ഏതൊക്കെ ഏരിയാസ്, അതിൻ്റെ ഫങ്ഷൻസ്, ഈവൻ അതിൽ ട്രാൻസ്പോസിബിൾ എലിമെൻറ്റ്സ് ഉണ്ടാവാം, ലൈക്ക് ദാറ്റ് ജീനോമിൻ്റെ എൻറ്റയർ ഓർഗനൈസേഷൻ, ന്യൂക്ലിയോസോം മോഡൽ, അങ്ങനെ ഡിഫറെൻറ്റ് ഏരിയാസ് നമുക്ക് ഈ ഒരു സെക്കൻഡ് യൂണിറ്റിൻ്റെ തേർഡ് സബ് ടോപ്പിക്കിലായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മൈക്രോബിയൽ ഫിസിയോളജിയാണ്. മൈക്രോബിയൽ ഫിസിയോളജി എന്ന് പറയുമ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൈക്രോബ്സിൻ്റെ ഗ്രോത്തും അതിൻ്റെ എക്സ്പോണൻഷ്യലും ലോജിസ്റ്റിക്കും ഒക്കെ ആയിട്ടുള്ള ഗ്രോത്ത്, അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ഫോർത്ത് ഫിഫ്ത്ത് ടോപ്പിക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത്. ആൻഡ് തേർഡ് യൂണിറ്റ് ആണ് വൺ ഓഫ് ദ അനദർ ബയോകെമിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റാണ്. മീൻസ് ഫണ്ടമെൻ്റൽ പ്രോസസ്സ് എന്നാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള യൂണിറ്റിനെയും. ബട്ട് ബേസിക്കലി നമ്മൾ ലൈഫ് സയൻസ് സ്റ്റുഡൻസ് എല്ലാം ഈ ഒരു ടോപ്പിക്കിനെ വിളിക്കുന്നത് മോളിക്കുലാർ ബയോളജി എന്നായിരിക്കും. മോളിക്കുലാർ ബയോളജി നമ്മളൊക്കെ മുന്നേ +2 ലെവൽ മുതൽ പഠിച്ചിട്ടുള്ള അതേ ടോപ്പിക്സ് തന്നെയാണ് ഈ ഒരു യൂണിറ്റിനകത്ത് നമുക്ക് വരുന്നത്. വി ആർ സ്റ്റഡി ദ എൻറ്റയർ ഫണ്ടമെൻ്റൽ പ്രോസസ് വിച്ച് ആർ occur in DNA or in our nucleus, like DNA replication or after DNA repair management, like that. ആൻഡ് അപ്പോൾ കംപ്ലീറ്റ് DNA സിന്തസിസ് ആണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഓൾസോ ഡാമേജ് മെക്കാനിസം ആൻഡ് ഓൾസോ റീപെയറിംഗ് മെക്കാനിസംസും നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ടോപ്പിക്കായിട്ട് വരുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ആണ്. ദാറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് mRNA or rRNA, tRNA ഫ്രം എ DNA. സോ ആ എൻറ്റയർ പ്രോസസ്സാണ് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഇതെല്ലാം നമ്മൾ ഈവൻ റെപ്ലിക്കേഷൻ ആണെങ്കിലും ട്രാൻസ്ക്രിപ്ഷൻ ആണെങ്കിലും ഒക്കെ വി ആർ സ്റ്റഡിങ് എ കമ്പാരിസൺ മോഡൽ. ആദ്യം യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ എങ്ങനെയാണ് ആൻഡ് പ്രൊക്കാരിയോട്ടിക് ഓർഗാനിസത്തിൽ എങ്ങനെയാണെന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദാറ്റ് ഇസ് ട്രാൻസ്ലേഷൻ. That is the mechanism of formation of a definite protein from a specific RNA, that is an mRNA or RNA etc. അപ്പോൾ അതിതെങ്ങനെയാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻ ഇവിടെ സിന്തസൈസ് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്നതാണ്. ദാറ്റ് ഈസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ഈസ് ദ എൻറ്റയർ ജീൻ റെഗുലേഷൻ. അതായത് ഒരു ജീനിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു എൻറ്റയർ ബോഡിക്ക് ഒരു ജീൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നു, നമുക്കൊരു പ്രോട്ടീൻ്റെ ആവശ്യം ബോഡിക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള കംപ്ലീറ്റ് കൺട്രോളിങ് മെക്കാനിസം ആണ് ഫോർത്ത് സബ് ടോപ്പിക്കിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ജീൻ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹ്യൂമൻസ് അടക്കമുള്ള യൂക്കാരിയോട്ടിക് ഓർഗാനിസത്തിൻ്റെ വേറെ ആയിട്ട് തന്നെ പഠിക്കും. ആൻഡ് ഓൾസോ പ്രൊക്കാരിയോട്ടിക് ലൈക്ക് ബാക്ടീരിയൽ ഓർഗാനിസത്തിലുള്ള ജീൻ റെഗുലേഷൻസ് നമ്മൾ അങ്ങനെയും പഠിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർത്ത് യൂണിറ്റും അത്യാവശ്യം സ്കോറിംഗ് ആയിട്ടുള്ള യൂണിറ്റ് തന്നെയാണ്. അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്ന ഒരു യൂണിറ്റും കൂടിയാണ് സെൽ സിഗ്നലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നുണ്ടാവുക സെൽ സിഗ്നലിംഗ് മെക്കാനിസംസ് ആണ്. രണ്ട് സെല്ലുകൾ തമ്മിൽ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. മേജറായിട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നത് ഈ പറഞ്ഞ പോലെ ജീനുകളുടെ എക്സ്പ്രഷൻ നടക്കുമ്പോഴും അതേപോലെ തന്നെ ഒരു വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ നമ്മുടെ ബോഡിയിൽ സെല്ലിൽ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ആ രീതിയിലുള്ള സെൽ കമ്മ്യൂണിക്കേഷൻ മെക്കാനിസംസ്, അതുപോലെ തന്നെ സെൽ സിഗ്നലിംഗ്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് മറ്റ് സെല്ലുകളിലേക്ക് കൊടുക്കുക, ട്രാൻസ്ഫോം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സെൽ സിഗ്നലിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസംസ് നമ്മൾ പഠിക്കുക. അപ്പോൾ അതിൽ സെൽ സിഗ്നലിംഗ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് മെക്കാനിസംസ് ഉണ്ട്. അത് ഓരോന്നായിട്ട് തന്നെ നമ്മൾ ടൈപ്പ് പഠിക്കും. അത് തന്നെ സെക്കൻഡറി മെസ്സഞ്ചേഴ്സ് ഉണ്ടാവും, അതുപോലെ മെസ്സഞ്ചർ ആംപ്ലിഫിക്കേഷൻസ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നു. അതിൽ തന്നെ തേർഡ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് ക്യാൻസർ ആൻഡ് അപ്പോപ്ടോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെൽ സിഗ്നലിങ്ങും സെൽ കമ്മ്യൂണിക്കേഷനൊക്കെ നമ്മൾ പഠിച്ചു. ഇതിലുണ്ടാവുന്ന ഒരു എന്താ പറയുക, ഒരു ഡിഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. സെല്ലുകൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെടുകയും ഓരോ സെല്ല് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ആക്ച്വലി ക്യാൻസർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാൻസർ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ക്യാൻസർ, അതിൻ്റെ റീസൺ ആവുന്ന കാരണങ്ങളൊക്കെ നമ്മൾ ക്യാൻസറിൽ പറയുന്നുണ്ട്.
And the last one is apoptosis or programmed cell death, which occur in most of the organism. അപ്പോൾ apoptosis എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് മെക്കാനിസംസ് ഇവിടെ പറയുന്നുണ്ട്. ഇൻട്രിൻസിക് ആയിട്ടുള്ള apoptosis എക്സ്ട്രിൻസിക് ആയിട്ടുള്ള apoptosis പറയുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇമ്മ്യൂണോളജിയിലേക്കാണ് വരിക. ഇത് എൻറ്റയർ ഇമ്മ്യൂണോളജിക്കൽ പ്രിൻസിപ്പിൾസ്, ബേസിക്സ് ആൻഡ് ഓൾസോ ബി സെൽ, ടി സെൽ, MCM ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മെക്കാനിസംസും എൻറ്റയർ ടൈപ്പ് ഓഫ് വാക്സിൻസും ഒക്കെ നമ്മൾ ഈ ഒരു ഇമ്മ്യൂണോളജി ടോപ്പിക്കിൽ ഡീൽ ചെയ്യും. 5th യൂണിറ്റ് ആണ് ഡെവലപ്മെൻറ്റൽ ബയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെല്ലിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് പിന്നീട് ഒരു ഓർഗാനിസം എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ 5th യൂണിറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയ മുതൽ ദ മോസ്റ്റ് കോംപ്ലക്സ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ ഓർഗാനിസം വരെ ആ ഒരു സൈഗോട്ടിൽ നിന്ന് എങ്ങനെ അവരൊരു ഫീറ്റസ് ആയിട്ട് മാറുന്നു എന്നുള്ള ഡെവലപ്മെൻറ്റ് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നോട്ട് അബൌട്ട് ആനിമൽസ്, വി ആർ ഓൾസോ സ്റ്റഡിങ് അബൌട്ട് ദ ഓർഗനോജെൻസിസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ DBയിൽ നമ്മൾ ബേസിക്കലി ഡെവലപ്മെൻറ്റൽ ബയോളജീനെ ഷോർട്ട് ഫോമിൽ DB എന്നാണ് പറയുക. അപ്പോൾ DBയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മീൻസ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് ഡെവലപ്മെൻറ്റാണ്. ബേസിക്സ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഒരു പർട്ടിക്കുലർ സെല്ലിന് എങ്ങനെയാണ് ഒരു കപ്പാസിറ്റി കിട്ടുക. ദാറ്റ് ഈസ് ഒരു സൈഗോട്ടിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഓർഗാൻസ് ഉണ്ടാകുമ്പോൾ ചില സെൽസുകൾ അവരുടെ കണ്ണായിട്ട് മാറണം, ചില സെൽസുകളുടെ ഡിഫറെൻറ്റ് ഓർഗൻസ് ആയിട്ട് മാറണം. അപ്പോൾ ഓരോ സെല്ലുകൾക്കും ഹൗ ദേ ഗെറ്റ് എൻ ഇൻഫോർമേഷൻ വിച്ച് സെൽസ് ദേ വാണ്ട് ടു ബി. അപ്പോൾ ആ ഒരു അതിനെയാണ് നമ്മൾ സ്പെസിഫിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കിൽ വി ആർ ഡീൽസ് വിത്ത് ദീസ് തിങ്സ്: ഡിറ്റർമിനേഷൻ, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്പെസിഫിക്കേഷൻ, സെൽ കമ്മ്യൂണിക്കേഷൻ ഇവിടെയും വരുന്നുണ്ട്, സെൽ കമ്മ്യൂണിക്കേഷൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ഈ സബ് ടോപ്പിക്കിൽ വരുന്നു. സെക്കൻഡ് സബ് ടോപ്പിക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ആനിമൽസിൻ്റെ ഓർഗനോജെൻസിസ് ആണ്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ഓർഗാനിസത്തിൻ്റെ, അതായത് ആനിമൽസിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻവെർട്ടിബ്രേറ്റ്സ് മുതൽ ഹ്യൂമൻസ് വരെയുള്ള ഓർഗാനിസം പഠിക്കുന്നു. പക്ഷേ അതിൽ CSER എപ്പോഴും ഫോക്കസ് ആയിട്ട് ചോദിക്കാറുള്ളത് ഡ്രോസോഫില എന്ന് പറയുന്ന ഓർഗാനിസത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ആംഫീബിയൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഹ്യൂമൻസിൻ്റെ ന്യൂറുലേഷൻ ആൻഡ് ഓൾസോ റീപ്രൊഡക്ഷൻ സിസ്റ്റം ലൈക്ക് ദാറ്റ്. ഇതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു രണ്ടാമത്തെ സബ് ടോപ്പിക്കിൽ വരിക. തേർഡിൽ നമ്മൾ ഓർഗനോജെൻസിസ് ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ പ്ലാന്റിൻ്റെ ഒരു സീഡ് ജെർമിനേഷൻ മുതൽ ആ ഒരു പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് വരെ അതെത്തുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഇൻസിഡൻസുകളും ഡെവലപ്മെൻറ്റ് മെക്കാനിസംസും ഒക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ആറാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ് ഫിസിയോളജിയാണ്. We are studying about all the metabolic, all the physiological concept of plant. So നമ്മൾ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന ഫോട്ടോസിന്തസിസ് ആയിരിക്കും. സോ ഫോട്ടോസിന്തസിസ്, അപ്പോൾ അതിനകത്ത് ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ, വി ആർ സ്റ്റഡി അബൌട്ട് C3, C2, C4 cycles etc. And next we going to nitrogen metabolism. It is also very important topic. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് CSER ഫോക്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് നൈട്രജൻ സൈക്കിൾ, നൈട്രജൻ മെറ്റബോളിസം എന്നൊക്കെ പറയുന്നത്. ആൻഡ് തേർഡ്ലി വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്ലാന്റ് ഹോർമോൺസ്, അല്ലെ, പ്ലാന്റ് ഫൈറ്റോ ഹോർമോൺസ് എന്ന് പറയും. സോ വി ആർ ഫോക്കസിങ് ഓൺ ഓൾ ദ ഹോർമോൺസ് വിച്ച് ആർ പ്രൊവൈഡിങ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ടു ദ പ്ലാന്റ്സ്. ഓക്സിൻ, ഗിബർലിക് ആസിഡ്, സൈറ്റോകൈനിൻ, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഹോർമോൺസുകൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ CSER എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് സിലബസിൽ നമുക്ക് എൻ്റർലി പഠിക്കാനുണ്ടെങ്കിൽ കൂടെ CSERൻ്റെ ഒരു എക്സാമിന് നമുക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ബയോസിന്തറ്റിക് പോർഷനാണ്, ഹോർമോൺസിൻ്റെ ബയോസിന്തറ്റിക് പോർഷൻ, അതുപോലെ തന്നെ അവരുടെ ഫിസിയോളജിക്കൽ എഫക്റ്റും. ബിക്കോസ് എല്ലാ പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഇതിൽ. അതിൽ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോണുകളായിരിക്കും CSER എപ്പോഴും ഫോക്കസ് ചെയ്യാറുള്ളത്. അതുപോലെ നമുക്ക് അടുത്തൊരു യൂണിറ്റിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ വി ആർ ഫോക്കസിങ് ഓൺ സെൻസറി ഫോട്ടോബയോളജി. അതായത് മെയിനായിട്ട് ക്രിപ്റ്റോക്രോമും ഫൈറ്റോക്രോം എന്ന് പറയുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ഹോർമോൺസ് ആണ് അവിടെയും വരുന്നത്. അതുപോലെ തന്നെ ഡേ ടൈം, ലൈറ്റ് ടൈം, അതിനനുസരിച്ചിട്ടുള്ള ഇൻറ്റേർണലൈസ്ലി പ്ലാന്റ്സിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബയോളജിക്കൽ ക്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സാധനം, ഫോട്ടോ പീരിയോഡിസം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ സെൻസറി ഫോട്ടോബയോളജിയിൽ പറയുക. ആൻഡ് ദ നെക്സ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സൊല്യൂട്ട് ട്രാൻസ്പോർട്ട്സ് ആണ്. അതായത് പ്ലാന്റ്സിലൂടെ സൈലം, ഫ്ലോയം എന്നൊക്കെ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസത്തിലൂടെ എങ്ങനെയാണ് from the root the water absorbing to different parts of a plant body, and also how the food which is prepared from the leaf it is going to in all other parts of a plant like that. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ സൊല്യൂട്ട് ട്രാൻസ്പോർട്ട് മെക്കാനിസത്തിൽ നമുക്ക് we have to deal. And like that last we are discussing about പ്ലാന്റ് ഫിസിയോളജി. ലാസ്റ്റ് ആയിട്ട് വരുന്നത് സ്ട്രെസ് ഫിസിയോളജി ആണ്. ഇത് ഒരുപാടൊന്നും CSER ഫോക്കസ് ചെയ്യുന്നൊരു യൂണിറ്റ് അല്ല, ബട്ട് B പാർട്ടിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. C പാർട്ട് വളരെ കുറഞ്ഞ എമൗണ്ട് ക്വസ്റ്റ്യൻസ് കാണാറുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വാട്ടർ ഡെഫിസിറ്റ് മെക്കാനിസം, ഹീറ്റ് ഷോക്ക് പ്രോട്ടീൻസിൻ്റെ മെക്കാനിസം, അവരുടെ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുക,
ആൻഡ് ചില അഡാപ്റ്റേഷൻസ്, ചില പ്ലാന്റ്സുകൾക്കൊക്കെയുള്ള അവരുടെ അഡാപ്റ്റേഷൻസ് എങ്ങനെയാണ്, ഏതൊക്കെ ടൈപ്പ് അഡാപ്റ്റേഷൻസ് ഉണ്ട്, ഇതൊക്കെ ആയിരിക്കും കാര്യമായിട്ട് പറയുന്നുണ്ട്. 7ാമത്തെ യൂണിറ്റ് ഇതേപോലെ തന്നെ ആനിമൽസിലുള്ള ഫിസിയോളജിക്കൽ മെക്കാനിസംസ് ആണ് പറയുക. അപ്പോൾ അതിൽ ഒരുപാട് ഫിസിയോളജിക്കൽ മെക്കാനിസംസ് ഉണ്ട്. വി ഹാവ് നെർവസ് സിസ്റ്റം, വി ഹാവ് റെസ്പിറേറ്ററി സിസ്റ്റം, വി ഹാവ് ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം, അങ്ങനെ തുടങ്ങി വി ഹാവ് എൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, വിഷൻ, തെർമോ റെഗുലേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസും അതിൻ്റെ മെക്കാനിസംസും ഓർഗൻസും ഒക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്. ബട്ട് ദി CSIR ഈസ് മെയിൻലി ഫോക്കസിങ് ഓൺ വാട്ട്? എക്സ്ക്രീറ്ററി സിസ്റ്റം ആൻഡ് ഓൾസോ നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ തന്നെ സിനാപ്റ്റിക് വെസിക്കിളിൻ്റെ ഫോർമേഷൻ, അതിൻ്റെ വെസിക്കുലാർ ട്രാഫിക്കിംഗ് എങ്ങനെയാണ് വരിക, കെമിക്കൽ ഏജൻസിന് എങ്ങനെയാണ് ഒരു നെർവിൽ നിന്ന് മറ്റൊരു നെർവിലേക്ക് എങ്ങനെ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യും, വെസിക്കുലർ ട്രാഫിക്കിംഗ് ആണ് നടക്കുക. അപ്പോൾ ആ ഒരു മെക്കാനിസം ഒക്കെയാണ് CSIR എപ്പോഴും ഫോക്കസ് ചെയ്യുക. അസറ്റൈൽ കൊലൈൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒരു പാസേജ്. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ഓവേറിയൻ സൈക്കിൾ, മാമൽസിൻ്റെ ഓവേറിയൻ സൈക്കിൾ, പ്രത്യേകിച്ച് റാറ്റ് വെച്ചിട്ടുള്ള റിസർച്ചൊക്കെയാണ് CSIR ഫോക്കസ് ചെയ്യാറുള്ളത്. ആൻഡ് ഓൾസോ GCH അല്ലേ, അതായത് HCG ഹോർമോൺ, അത് പ്രഗ്നൻസി ഹോർമോൺ എന്ന് പറയുന്നത് HCG ഹോർമോൺ ഐഡൻറ്റിഫിക്കേഷൻ, പ്രഗ്നൻസി ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെക്കാനിസം ഒക്കെ അതിനകത്ത് വരാറുണ്ട്. 8th യൂണിറ്റ് എന്ന് പറയുന്നത് ജനറ്റിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്, അഥവാ നമ്മൾ ജനറ്റിക്സ് എന്ന് നോർമലി പറയുന്ന ടോപ്പിക്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു യൂണിറ്റാണ്. ബേസിക്കലി നമുക്ക് ബാക്കി എല്ലാ യൂണിറ്റും ബൾക്കായിട്ടുള്ള റീഡിങ്സ് വേണം. പഠിക്കാനാണെങ്കിലും കുറെ ടോപ്പിക്കുകൾ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനൊക്കെ ഉണ്ടാവും. ബട്ട് ആസ് ഇൻ കേസ് ഓഫ് എക്കോളജി ആൻഡ് ജനറ്റിക്സിലേക്കൊക്കെ വരുമ്പോൾ വി ഹാവ് ടു ഫോക്കസിങ് ഓൺ എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇക്വേഷൻ. ഒരു ഇക്വേഷനെ ഫോക്കസ് ചെയ്യുക, ആ ഇക്വേഷനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുക. ദെൻ വി ഹാവ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദാറ്റ്. അതായത് പ്രോബ്ലംസ് ആയിരിക്കും, ജനറ്റിക്കൽ പ്രോബ്ലംസ് ആണ് വരും. ഇപ്പം മെൻഡേലിയൻ ജനറ്റിക്സ് ആവട്ടെ, ആൻഡ് സെക്കൻഡ് വൺ എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിയൻ ജനറ്റിക്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വി ഹാവ് ജീൻ മാപ്പിംഗ് മെക്കാനിസം. ജീൻ മാപ്പിംഗ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടാവും, ക്രോസിംഗ് ഓവർ ഒക്കെ നടക്കുന്ന ഒരു പ്രോബ്ലംസ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഈ 2 ടോപ്പിക്, മെൻഡേലിയൻ ജനറ്റിക്സും അതുപോലെ എക്സ്റ്റൻഷൻ ഓഫ് മെൻഡേലിയൻ ജനറ്റിക്സും ജീൻ മാപ്പിംഗും ഇതുപോലെ തന്നെയാണ്, ഫുള്ളി പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. കുറച്ചൊക്കെ നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ മീൻസ് അടുത്തൊരു ടോപ്പിക് ആയിട്ട് വരുന്നത് എക്സ്ട്രാ ക്രോമസോമൽ ഇൻഹെറിറ്റൻസ് ആണ്. നമ്മൾ മെറ്റേണൽ ഇൻഹെറിറ്റൻസ് എന്നൊക്കെ പറയില്ല. സോ സൈറ്റോപ്ലാസ്മിക്കലി നമുക്ക് നമ്മുടെ മദറിന്റെ ഓവത്തിൽ നിന്നും കിട്ടുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് അതെങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഗോഡ്, നമുക്ക് അച്ഛൻ്റെ അടുത്ത് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാധനമാണ് സൈറ്റോപ്ലാസ്മിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഇൻഹെറിറ്റൻസ് മെക്കാനിസം, ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അധികവും എന്ത് ചെയ്യാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടൊക്കെ വരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കും ആണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് മ്യൂട്ടേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്വേർഷൻ, മീൻസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മ്യൂട്ടേഷൻസ് ആണ്. മ്യൂട്ടേഷൻ, പോയിന്റ് മ്യൂട്ടേഷൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെക്കാനിസം, ട്രാൻസ്വേർഷൻ ഉണ്ടാവും. അതായത് DNA എങ്ങനെയൊക്കെ ഒരു മ്യൂട്ടേഷൻ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതുപോലെ ക്രോമസോമൽ അബ്രേഷൻസ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ജനറ്റിക്സിൽ എന്ത് ചെയ്യുന്നത്, ജനറ്റിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ 8th യൂണിറ്റിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. 9th യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം എന്നാണ്. അതായത് നമ്മുടെ ഈ ഒരു എർത്തിലുള്ള മൈക്രോബ് മുതൽ ദ എൻറ്റയർ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം വരെയുള്ളവരുടെ ഒരു ടാക്സോണമി, അവരുടെ ഡിഫറെന്റ് ടൈപ്പുകൾ, അതായത് ഇപ്പൊ പ്ലാന്റ്സ് ക്ലാസിഫിക്കേഷൻ, അതുപോലെ തന്നെ ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ, സബ് കോണ്ടിനെന്റ്സ്, കോണ്ടിനെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെയാണ് കാര്യമായിട്ട് നമുക്ക് 9th യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഇത് CSIR ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന യൂണിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് ഇതിൽ നമുക്ക് എപ്പോഴും റിപ്പീറ്റ് ആണ് എന്ന് ഉറപ്പിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആൻഡ് അനിമൽ ക്ലാസിഫിക്കേഷൻ ആണ്. പക്ഷെ അത് ഒരുപാട് ബൾക്കിയാണ്. ഞാൻ പറഞ്ഞല്ലോ, പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും അനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും എൻറ്റയർ ഓർഗാനിസം അതിനകത്ത് വരുന്നുണ്ട്. സോ ദാറ്റ്സ് എ വെരി ബൾക്കി വൺ. വി വാണ്ട് ടു സ്റ്റഡി വിത്ത് എ ഫ്ലോ ചാർട്ട് ലൈക്ക് ദാറ്റ്. അടുത്തതായിട്ട് 10th യൂണിറ്റ് ആണ് എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ. ഞാൻ നേരത്തെ ജനറ്റിക്സ് പറഞ്ഞ പോലെ തന്നെ ഒരു ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരിക പ്രോബ്ലംസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിറ്റും കൂടിയാണ് എക്കോളജിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എക്കോളജിക്കൽ പ്രിൻസിപ്പിളില് we have studied the scientific approaches of an ecological things like that. ഹാബിറ്റാറ്റ് എന്താണ്, ഒരു ഓർഗാനിസത്തിന്റെ നിഷ എന്താണ്, അതുപോലെ തന്നെ പോപ്പുലേഷൻ എക്കോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു പോപ്പുലേഷനെ കുറിച്ചിട്ടുള്ള സ്റ്റഡീസ്, ആ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുകയാണോ അതോ പോപ്പുലേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ദാറ്റ്.
അതേപോലെ തന്നെ വി ആർ സ്റ്റഡിങ് അബൌട്ട് സ്പീഷ്യസ് ഇന്ററാക്ഷൻ. ഡിഫറെന്റ് സ്പീഷ്യസ് തമ്മിൽ എങ്ങനെയൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അവർ തമ്മിൽ പാരസൈറ്റിക് ഇന്ററാക്ഷൻ ആണോ ഒരു മ്യൂച്വലിസ്റ്റിക് ഇന്ററാക്ഷൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സ്പീഷ്യസ് ഇന്ററാക്ഷനിൽ പഠിക്കുന്നു. ആൻഡ് അടുത്ത സബ് ടോപ്പിക് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി എക്കോളജി ആണ്. അതായത് ഒരു കമ്മ്യൂണിറ്റി അവിടെ നമ്മൾ നോക്കുന്നുണ്ടാവും. ഒരു കമ്മ്യൂണിറ്റിയിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പോപ്പുലേഷൻസ് ഉണ്ടാവും. അപ്പൊ ആ പോപ്പുലേഷൻസ് തമ്മിൽ എങ്ങനെയൊക്കെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, എത്ര സ്പീഷ്യസ് ആണ് അവിടെ മീൻസ് ഡൊമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എക്കോളജിയിനകത്ത് പഠിക്കുക. ആൻഡ് ഓൾസോ ലാസ്റ്റ്ലി വി ഹാവ് എക്കോളജിയിൽ നമുക്ക് അപ്ലൈഡ് എക്കോളജി എന്ന് പറയുന്ന ഒരു പോർഷനും കൂടെ ഉണ്ട്. അപ്പൊ അപ്ലൈഡ് എക്കോളജി എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലാനറ്റിലുള്ള കുറെ പൊല്യൂഷൻസും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻസും അതിനെ നമുക്ക് മോണിറ്റർ ചെയ്യാനുള്ള ഡിഫറെന്റ് ടെക്നിക്കുകൾ ഉണ്ടാവും. എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ ഒക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുക, നമ്മളത് കണ്ടെത്തുക, എങ്ങനെയാണ് ഹൗ വി ക്യാൻ ക്വാണ്ടിഫൈ ദ പൊല്യൂഷൻ ലൈക്ക് ദാറ്റ്. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു 10ാമത്തെ യൂണിറ്റിനകത്ത് വരുന്നത്. 11th യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ CSR ഒരുപാട് അങ്ങനെ മൈൻഡ് ചെയ്യാത്തൊരു യൂണിറ്റ് ആണ് 11th യൂണിറ്റ് എന്ന് പറയുന്നത്. കാരണം എപ്പോഴും CSR 11th യൂണിറ്റിൽ ഫോക്കസ് ചെയ്യുന്നത് ദാറ്റ് ഈസ് സം കൈൻഡ് ഓഫ് എവല്യൂഷൻ ആൻഡ് അനിമൽ ബിഹേവിയർ എന്നാണ് പറയാം. അപ്പൊ എവല്യൂഷൻ ആൻഡ് അനിമൽ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽ ബിഹേവിയർ പോർഷനിലുള്ള കുറെ ടോപ്പിക്സുകൾ ഇറ്റ് മേ ബി ഫോക്കസിങ് ഫ്രം ദ എക്കോളജി ഓൾസോ. കാരണം എക്കോളജിയിൽ നമ്മൾ ഓർഗാനിസമൽ എക്കോളജി എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിട്ടാണ് അനിമൽ ബിഹേവിയർ എന്നുള്ള ക്വസ്റ്റ്യൻസ് വരിക. അതിൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് അനിമൽ ബിഹേവിയർ പഠിക്കുമ്പോൾ ഒരു പോപ്പുലേഷനിൽ ഒരു പെർട്ടിക്കുലർ അനിമലിന്റെ ബിഹേവിയർ ആണ്, അതായത് പ്രത്യേകിച്ച് ഗ്രൂപ്പിസം അല്ലെ ഗ്രൂപ്പായിട്ട് ദാറ്റ് ഈസ് കുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരിൽ അവരുണ്ടാക്കുന്ന ഡിഫറെന്റ് ബിഹേവിയർ എന്തൊക്കെയാണ്. അപ്പൊ അവിടെ ഫോറേജ് ബിഹേവിയർ ഉണ്ടാവും, അവരുടെ ഇര തേടാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഡിഫറെന്റ് ഓർഗാനിസത്തിന് ഡിഫറെന്റ് ആയിട്ടുള്ള പെക്യുലാരിറ്റീസ് ആണ് ഫോറേജ് ബിഹേവിയറിന് ഉണ്ടാവുക. അതുപോലെ തന്നെ സെക്ഷൽ സെലക്ഷന് വേണ്ടിയിട്ടാണെങ്കിലും ആൻഡ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ്. അപ്പൊ അതിലൊക്കെ ഒരു സോഷ്യൽ ഓർഗാനിസം എങ്ങനെയാണ് മറ്റുള്ള ഓർഗാനിസമായിട്ട് അവരുടെ ലൈഫിന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും, അതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ അനിമൽ ബിഹേവിയറിൽ പഠിക്കുക. അപ്പൊ ഒരുപാട് റിസർച്ച് ഓറിയന്റഡ് ആയിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് അധികം കാണാം. ആൻഡ് എവല്യൂഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ CSR നമുക്ക് മെയിൻ ആയിട്ട് എവല്യൂഷൻ തിയറീസ് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പീരിയോഡിക് സൈക്കിൾ, അതായത് ഡിഫറെന്റ് ഇയോൺ ഇയറ പീരീഡ് എപ്പോക്ക് എന്ന് പറയുന്ന പോലെ നമ്മുടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു എർത്തിന്റെ ആ ഒരു കണ്ടീഷനൊക്കെയാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. ആൻഡ് ഓൾസോ വി ഹാവ് മോളിക്കുലാർ എവല്യൂഷൻ ഓൾസോ. നമ്മള് ഫൈലോജനറ്റിക് ഗ്രാഫുകളൊക്കെ വരച്ചിട്ട് മീൻസ് ഫെനോളജി ആ ടൈപ്പ് ഓഫ് സാധനങ്ങളൊക്കെയാണ് നമുക്ക് വരിക. അപ്പൊ നമുക്ക് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടാവും, അതിൽ നിന്ന് വരുന്ന ഡെസിഡൻസും അവരുടെ ഡിഫറെന്റ് അതൊരു പെർട്ടിക്കുലർ പോയിന്റ് ആയിരിക്കും ഓരോ ഓർഗാനിസംസും ഇവോൾവ് ചെയ്തിട്ടുള്ളത് എന്ന് പഠിക്കുന്ന ഒരു സംഭവമാണ് മോളിക്കുലാർ എവല്യൂഷനിൽ നമുക്ക് വരിക. ആൻഡ് 12th and 13th യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ടെക്നിക്കലാണ് വരുന്നത്. 12th യൂണിറ്റിൽ മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫെർമെന്റേഷൻ, അതുപോലെ തന്നെ ബയോ റെമഡിയേഷൻ, ഒരുപാട് ടെക്നിക്കുകളാണ്. നമ്മളിപ്പോ ഈ പഠിച്ചിട്ടുള്ള എല്ലാ പ്രിൻസിപ്പിൾസും അത് ഒരു എങ്ങനെയാണ് ആ ഒരു നേച്ചറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാന്നുള്ളൊരു സാധനം ടെക്നിക്കുകളാണ്. ഡിഫറെന്റ് ടെക്നിക്കുകൾ ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ബയോ റെമഡിയേഷൻ എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പൊല്യൂഷൻസ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ള മെക്കാനിസം ആണ്. അതുപോലെ ഫെർമെന്റേഷൻ എന്ന് പറയുന്നത് ഇന്ന് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഡിഫറെന്റ് ബിവറേജസ് ഫുഡുകളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ തന്നെ മോളിക്കുലർ മാർക്കേഴ്സ് അല്ലെ, AFLP, RMLP എന്നൊക്കെ പറയുന്ന ഡിഫറെന്റ് ജനറ്റിക് ലോക്കസുകളെ നമുക്ക് സ്ട്രൈക്ക് ചെയ്യാനുള്ള മാർക്കേഴ്സ് ഉണ്ടാവും ലൈക്ക് ദാറ്റ്. ഇതൊക്കെയാണ് നമുക്ക് 12th യൂണിറ്റിൽ വരിക. 13th യൂണിറ്റിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നിക്ക് തന്നെയാണ് അവിടെ വരുന്നത്. അതായത് റീകോമ്പിനേഷൻ ടെക്നോളജി മുതൽ RDNA ടെക്നോളജി മുതൽ എൻ്റയർ നമ്മുടെ ലൈഫ് സയൻസിൽ യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നിക്കൽ പ്രിൻസിപ്പിൾസും ഡീൽ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് 13ാമത്തെ യൂണിറ്റ്. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ റീകോമ്പിനേഷൻ DNA ടെക്നോളജി ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടന്റ് വൺ. നമുക്ക് അതിനകത്ത് PCR പഠിക്കാനുണ്ട്. അതുപോലെ വെക്ടറിലേക്ക് എങ്ങനെയാണ് ഒരു സ്പെസിഫിക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു GMO, ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്ന് തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പ്രൊസീജിയേഴ്സ് അതിനകത്ത് പഠിക്കുന്നു. CSR വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമുക്ക് പല പല ടോപ്പിക്കുകളായിട്ട് ഇന്റർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ഒരു RDNA ടെക്നോളജി. അതേപോലെ തന്നെ വി ഹാവ് മൈക്രോസ്കോപ്പി ഓൾസോ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മൈക്രോസ്കോപ്പി ആൻഡ് ഓൾസോ നമ്മളൊക്കെ ഹോസ്പിറ്റലിലും ഒക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റേഡിയോ ടെക്നിക്കുകൾ, ഇമേജിങ്, അതുപോലെ തന്നെ സ്കാനിങ് മെക്കാനിസംസ്, CTR, mRNA സ്കാനിങ്, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്കാനിങ് ടെക്നിക്കുകൾ, അവരുടെ പ്രിൻസിപ്പിൾസ്, വർക്കിംഗ് പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻ ഒക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ അതേപോലെ പ്രോട്ടീൻസിന് സ്റ്റഡി ചെയ്യാനും DNA സ്റ്റഡി ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന നോർത്തേൺ ബ്ലോട്ടിംഗ്, വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, ഇമ്മ്യൂണോ പ്രസിപ്പിറ്റേഷൻ അസേ, അങ്ങനെ തുടങ്ങി ഒരുപാട് ടെക്നിക്കൽ അപ്രോച്ചസ് വരുന്ന ഒരു യൂണിറ്റ് ആണ് 13th യൂണിറ്റ്. അപ്പൊ 13th യൂണിറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കായിട്ടല്ല ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക, മറ്റു യൂണിറ്റുകളിലേക്ക് ഈ ടെക്നിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. എനിവേ ഇത്രയും യൂണിറ്റ്സ് ആണ് നമുക്ക് CSER UGC നെറ്റ് ലൈഫ് സയൻസ് നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഒരാൾക്ക് നെറ്റ് അല്ലെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 13 യൂണിറ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമല്ല, നമുക്കൊണ്ട് കഴിയില്ല. സോ വി ആർ ഫോക്കസിങ് ഓൺ എ മോർ സ്കോറിംഗ് ആയിട്ടുള്ള 6 മുതൽ 9 യൂണിറ്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അത് നമ്മൾ ഏത് സബ്ജക്റ്റിൽ നിന്നാണോ MSc പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ്മെന്റ് കൊടുക്കുക, ആ ടോപ്പിക്ക് കൂടുതൽ എന്താ ചെയ്യുക ഫോക്കസ് ചെയ്തിട്ട് പഠിക്കാൻ നോക്കുക. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ടോപ്പിക്കും ജനറൽ ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു 5 യൂണിറ്റും അങ്ങനെ 9 യൂണിറ്റ് ആണ് നമ്മൾ CSER പ്രിപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഓരോ ഓരോ സ്കീമിനനുസരിച്ച്. ഇപ്പൊ ബോട്ടണി എന്ന് പറയുന്ന MSc ബോട്ടണി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡന്റിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കുട്ടിക്ക് എക്കോളജിയും ജെനറ്റിക്സും ദാറ്റ് ഈസ് ഈ പറഞ്ഞ പോലെ പ്ലാന്റ് ഫിസിയോളജി ഒക്കെ ആൾക്ക് പഠിക്കാം. അതിന്റെ കൂടെ കോമൺ ആയിട്ട് വരുന്ന ബാക്കി ഫസ്റ്റത്തെ 4 യൂണിറ്റും പഠിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ സബ്ജക്ട് ഏതാന്നുള്ളത് നിങ്ങൾ കമന്റിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ ഏതാ നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് നമുക്കതിൽ പറഞ്ഞുതരാം. Okay, I hope you it will be very useful. The video is very useful for you. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യുക, ആൻഡ് ഓൾസോ like the video and also subscribe our channel. Thank you so much.